ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 39 വർഷക്കാലമായി സംഘാടനം കൊണ്ട് മികവുറ്റ ഒട്ടനേകം പരിപാടികൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ കാലങ്ങളിൽ കേരളത്തിലുടനീളം നടത്തിയ വാഹന പ്രചരണ ജാഥ, സാമൂഹ്യ വിപത്തിനെതിരെയുള്ള വാഹന പ്രചരണ ജാഥയാകട്ടെ, അതിനുശേഷം സമ്പൂർണ്ണ സാക്ഷരതാ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പരിപാടികളാകട്ടെ, പിന്നീട് ഇങ്ങോട്ട് കൊളോക്കിയമാകട്ടെ, പർവാസ് ആകട്ടെ, ഇതൊക്കെ തന്നെയും സംഘാടന മികവ് കൊണ്ട് വേറിട്ട് നിന്ന പരിപാടികളാണ്. ആ ലെഗസിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വളരെ പ്രൗഢമായ മറ്റൊരു ഏടായി ഡിസ്കേഴ്സ് ഓഫ് മുസ്ലിമ എന്ന അൽ അഖ്സ സ്ക്വയറിൽ ഈ നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ് കോൺഫറൻസ് മാറട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ആന്റി CA/NRC മൂവ്മെന്റ് ഒരുപാട് മുസ്ലിം സ്ത്രീ ഐക്കണുകളെ നൽകിയിട്ടുണ്ട്. അഥവാ മുസ്ലിം സ്ത്രീകൾ, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ എന്നത് വളരെ സ്ട്രോങ് ആയ, പവർഫുൾ ആയ, അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ കൃത്യമായി രേഖപ്പെടുത്താനും മുന്നോട്ട് വെക്കാനും കഴിവുള്ള, ആർജവമുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഇന്ത്യൻ മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞു വെച്ചത് ആന്റി CA/NRC മൂവ്മെന്റ് ആയാണ് പൊതുവെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ആന്റി CA/NRC മൂവ്മെന്റിന് മുന്നേയും ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ ഇത്തരത്തിൽ തന്നെ പവർഫുൾ ആയിരുന്നു, ഇത്തരത്തിൽ തന്നെ അവരുടെ നിലപാടുകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ത്യയുടെ നിർമ്മിതിയിൽ തന്നെ ഭാഗമായിക്കൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു വിലപ്പെട്ട എക്സാമ്പിൾ ആണ് ബിഹാർ ഷെരീഫിലെ ബീബി സുഹറ എന്നത്. അവരുടെ കോടികൾ വരുന്ന ആസ്തി സുഹറ വഖഫ് എസ്റ്റേറ്റായി സ്ഥാപിച്ചുകൊണ്ട് ബീഹാറിലെ 9ഓളം ഡിസ്ട്രിക്റ്റുകൾ പരന്നു കിടക്കുന്ന വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദ്രസകൾ, ഹോസ്പിറ്റലുകൾ അടക്കം സാമൂഹ്യ നിർമ്മിതിയിൽ വിലപ്പെട്ട പങ്ക് വഹിച്ച ഒരു വനിതയായിരുന്നു ബീബി സുഹറ എന്നത്. അതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഫാത്തിമ ഷേഖ് ആകട്ടെ, സാവിത്രിബായി ഫുലെയോടൊപ്പം ഇന്ത്യയിലെ വിദ്യാർത്ഥിനികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം മുൻനിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റങ്ങൾ നിർവഹിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഫാത്തിമ ഷേഖ് എന്നത്. ഈ അടുത്ത് മരണപ്പെട്ട ഫാത്തിമ ബീവി, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജായി മാറിയ ഫാത്തിമ ബീവി ആകട്ടെ, അതുപോലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള മറ്റനേകം പേരുകൾ നമുക്കറിയാം. പക്ഷെ അപ്പൊ ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ആന്റി CA/NRC മൂവ്മെന്റിന് ശേഷം മാത്രം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീയെ കുറിച്ച് പൊതുലോകം ചർച്ച ചെയ്തത്? നമുക്കറിയാം, ഈ ചരിത്രത്തെ അല്ലെങ്കിൽ ഈ ലെഗസിയെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ കൃത്യമായി മറച്ചു വെക്കാനും അതിനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാതിരിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ബീബി സുഹറ വഖഫ് എസ്റ്റേറ്റിന്റെ ഭാഗമായി 120ഓളം വർഷങ്ങൾ പഴക്കമുള്ള മദ്രസ അസീസിയ കഴിഞ്ഞ കാലങ്ങളിൽ കത്തിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ഫിസിക്കലി ആകട്ടെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടാകട്ടെ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീ ചരിത്രത്തെ അപരവൽക്കരിക്കാൻ, അതിനെ മാറ്റി നിർത്താൻ, അതിനെ പൊതുലോകത്തേക്ക് കയറ്റിവിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയാണ് ഈ ശ്രമങ്ങളെ ഒക്കെയും തകർത്തുകൊണ്ട് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപരവൽക്കരണത്തെ തട്ടിമാറ്റിക്കൊണ്ട് ഒരു തരത്തിലും മറച്ചു വെക്കാൻ കഴിയാത്ത വിധം ലിറ്ററലി ഇന്ത്യയിലെ തെരുവുകളിലേക്ക് മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിച്ചെന്നത്. അത്തരത്തിൽ വിഷ്വലി മുസ്ലിം സ്ത്രീകളെ കണ്ടപ്പോൾ മാത്രമാണ് ഈ മുസ്ലിം സ്ത്രീ ലെഗസിയെ കുറിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളാകട്ടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളാകട്ടെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ആ കാലയളവിലെ ഇന്റർവ്യൂസ് പരിശോധിച്ചാൽ അല്ലെങ്കിൽ മീഡിയ സംഭാഷണങ്ങൾ പരിശോധിച്ചാൽ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ മുസ്ലിം സ്ത്രീകളെ അവർ അഭിസംബോധന ചെയ്യുന്നത്. പ്രത്യേകിച്ച് അന്ന് ഐക്കണായി മാറിയ ആളുകളോടുള്ള സംസാരങ്ങൾ, അവർ വിവാഹിതരാണ് എന്നറിയുമ്പോൾ, അവർ മലബാറിൽ നിന്നാണെന്ന് അറിയുമ്പോൾ, ഇതൊക്കെ സാധ്യമാകുന്നവരാണോ മുസ്ലിം സ്ത്രീകളെന്ന് അത്ഭുതപ്പെടുന്നത് കാണാൻ സാധിക്കും. കാരണം അവർ കാലങ്ങളായി പറഞ്ഞു വെക്കുന്ന ഒരു ചട്ടക്കൂടുണ്ടല്ലോ, മുസ്ലിം പുരുഷന്റെ അടിമകളായി മാത്രം നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീയെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ
ആ ഇമേജിനെ തകർത്തുകൊണ്ടാണ് ആന്റി CNRC മൂവ്മെന്റ് മുന്നോട്ട് പോയത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആന്റി CNRC മൂവ്മെന്റിന് ശേഷമുള്ള ആ കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ നേരിട്ടുള്ള സ്റ്റേറ്റിന്റെയും സിസ്റ്റത്തിന്റെയും ആക്രമണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇഫ്ലു എന്ന ക്യാമ്പസിൽ ഫ്രറ്റേണിറ്റിയുടെ യൂണിറ്റ് പ്രസിഡന്റായ നൂറ മൈസൂറിനെതിരെ 2 FIRകളാണ് ആ അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യപ്രകാരം ഉസ്മാനിയ യൂണിവേഴ്സിറ്റി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ കേവലം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാത്രം നിലനിൽക്കാത്ത, അവിടുത്തെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും നിലപാടുകൾ പറയുകയും ചെയ്യുന്ന കേവലം ഒരു വിദ്യാർത്ഥിനിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് 2 FIRകൾ ബാക്ക് ടു ബാക്ക് ആ വിദ്യാർത്ഥിനിക്ക് നേരെ ചാർജ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന മറ്റ് പലരും, സഫൂറ സർഗാർ ആകട്ടെ, ഇസ്രത് ജഹാൻ ആകട്ടെ, ഇവരൊക്കെയും ജയിൽവാസം അനുഭവിച്ചതും ആന്റി CNRC മൂവ്മെന്റിന് ശേഷം ഇന്ത്യൻ മുസ്ലിം സ്ത്രീയെ കുറിച്ചുള്ള ഇമേജ് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഡിലൈമയിലാണ്. ഒരറ്റത്ത് നേരത്തെ ഉദ്ഘാടക പ്രഭാഷണത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജിയോ ബേബി സിനിമകൾ മുന്നോട്ട് വെക്കുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ. നമുക്കറിയാം, വളരെ കാലപ്പഴക്കം വന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് തന്നെയാണ് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഫാമിലി എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പൊളിച്ചടക്കിക്കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ട് വന്നുകൊണ്ട് പുറത്തു വന്നാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നതും, അതിൽ നിന്ന് മുന്നോട്ട് വന്നാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് സ്ത്രീ ജീവിതത്തിന്റെ സക്സസ് എന്നതുമുള്ളത് വളരെ പഴക്കമേറിയ ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ് എങ്കിൽ കൂടിയും അതിനൊരു പുതിയ കുപ്പായം അണിയിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഈ സിനിമകൾ. പക്ഷെ ആ സിനിമകൾക്ക് വളരെ വലിയ ജനപ്രീതി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്യാമ്പസുകളിലെ ഓഡിയൻസ് അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ന് പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയ റീൽ കോൺസെപ്റ്റ്, സോഷ്യൽ മീഡിയ പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്നത് ഒരു ഇൻഡിപെൻഡന്റ് വുമനായി, ഒരു സ്വതന്ത്ര വുമനായി ജീവിച്ച് മടുത്തിട്ടുണ്ട്, ഇനി ഐ എം ഗോയിങ് ബാക്ക് ടു ബിക്കം എ ഹോം മേക്കർ അല്ലെങ്കിൽ ഹൗസ് വൈഫ് എന്നതാണ് BJMന്റെ അകമ്പടിയോടെ ഇന്ന് പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ്. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ മേൽ ഇത്രയേറെ പ്രഷർ നൽകുന്നത്? അവൾക്കൊരു ഹോം മേക്കർ ആവാനുള്ള സ്വാതന്ത്ര്യത്തെ, ഒരു കുടുംബം കെട്ടിപ്പടുക്കാനും അതിനെ ടേക്ക് കെയർ ചെയ്യാനുമുള്ള ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ, അവളുടെ ചോയ്സിനെ റദ്ദ് ചെയ്തുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് മേൽ ഇത്രയേറെ പ്രഷർ നൽകുന്നത്? നമുക്കറിയാം, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഫിനാൻഷ്യൽ സെക്ടറിന്റെ, ടെക്നിക്കൽ സെക്ടറിന്റെ, മാർക്കറ്റിന്റെ ഭാഗമായിക്കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ഘടനയ്ക്ക് പറ്റുന്ന രീതിയിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ടാർഗറ്റുകൾ അതേ കാലയളവിൽ പൂർത്തീകരിച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് സ്ത്രീകളുടെ സക്സസ് എന്നും, ആ സ്കെയിൽ ഉപയോഗിച്ച് മാത്രം അളക്കാൻ കഴിയുന്നതാണ് സ്ത്രീകളുടെ സക്സസ് എന്നും പറഞ്ഞു വെച്ചുകൊണ്ട് ഇത്രയേറെ പ്രഷർ നൽകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നും പുറപ്പെടുവിക്കുന്ന കണ്ടന്റും കോൺസെപ്റ്റും കൾച്ചറുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിലൈമ. അതിന്റെ മറുവശം എന്നത് കുടുംബ സംവിധാനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു വാർത്തകളാണ് കഴിഞ്ഞ കാലയളവിൽ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അധികമായി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീധനം മുഖേനയുള്ള, അല്ലെങ്കിൽ സ്ത്രീധനം കാരണമായിക്കൊണ്ടുള്ള കൊലപാതകങ്ങളാകട്ടെ, മരണങ്ങളാകട്ടെ. അപ്പൊ യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച, നേരത്തെ പറഞ്ഞ സ്കൂൾ ഓഫ് തോട്ടിന്റെ തന്നെ കാരണമായിക്കൊണ്ടാണ് ഈ സ്ത്രീധന മരണങ്ങൾ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുടുംബം കെട്ടിപ്പടുക്കുമ്പോൾ അവിടെ സ്ത്രീയുടെ കോൺട്രിബ്യൂഷൻ ആയിക്കൊണ്ടാണ് സ്ത്രീധനത്തെ പലപ്പോഴും കാണാറ്. സ്ത്രീയുടെ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ആണ് സ്ത്രീധനം എന്നത്.
അപ്പൊ അവൾക്കും ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവൾക്കും ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ അവൾ നടത്തേണ്ടതുണ്ട്. അതിന്റെ മറ്റൊരു തലത്തിലാണ് സ്ത്രീധനത്തെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡിലൈമയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാർത്ഥിനികൾ ഇന്ന് ക്യാമ്പസിൽ നിലനിൽക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ക്യാമ്പസിലെ മുസ്ലിം സ്ത്രീ സംഘാടനം പ്രസക്തമാകുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ദേശീയ തലത്തിൽ GIO വ്യത്യസ്തങ്ങളായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായി. അവിടെ ഈ സ്ത്രീ സംഘാടനത്തെ കുറിച്ചാണ് GIO സംസാരിച്ചത്. ടെസ്റ്റിലാകട്ടെ, IIT-കളിലാകട്ടെ, മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാകട്ടെ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച CNRC മൂവ്മെന്റിന് ശേഷം നിരവധിയായ ഐക്കണുകൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ കൃത്യമായ മുസ്ലിം സ്ത്രീ സംഘാടനം അപ്പോഴും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഈ സ്ത്രീധന വിഷയം പോലും ആ സംഭവങ്ങൾ ഉണ്ടാകുന്ന 2 ദിവസത്തേക്ക് മാത്രം കുറച്ച് ശബ്ദം ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതൊരു ക്യാമ്പയിനാക്കി മാറ്റാനോ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായ പുരുഷ സുഹൃത്തുക്കൾക്ക് അവയർനെസ് നൽകാനോ അതിനെതിരെ സംസാരിക്കാനോ ഉള്ള മുന്നേറ്റങ്ങൾ നടത്താതിരിക്കുകയും, എന്നാൽ അതേ അവസരത്തിൽ അതിന്റെ മറുവശം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ സിനിമ കൾച്ചർ അല്ലെങ്കിൽ കുടുംബ സംവിധാനത്തിനെതിരെയുള്ള കൾച്ചർ, ആ കൾച്ചറിനെ എംബ്രേസ് ചെയ്തുകൊണ്ടുള്ള അനവധിയായ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഭാഷ്യം സംസാരിക്കാൻ, തങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അത് നിലനിർത്തിക്കൊണ്ട് തുറന്ന് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അത് തന്നെയും കേവലം പൊളിറ്റിക്കലി അവെയറായ കുറച്ച് ക്യാമ്പസുകളിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല. നേരെ മറിച്ച് ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ ഒരു മെഡിക്കൽ കോളേജിലാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലടക്കം, എഞ്ചിനീയറിംഗ് കോളേജുകളിലടക്കം, ഡിപ്ലോമ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കോളേജുകളിലടക്കം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ യുവതലമുറ പഠനം നടത്തുന്ന എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടാകേണ്ട ഒരു ബേസിക് പൊളിറ്റിക്കൽ അവയർനെസ് ആണ് ഈ സംഘാടനത്തിലൂടെ സാധ്യമാകേണ്ടത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് GIO നടത്തുന്ന ക്യാമ്പസ് കോൺഫറൻസിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള വിദ്യാർത്ഥിനികളെ അണിനിരത്തിക്കൊണ്ട് അവർക്കൊക്കെയും ഈ അവയർനെസ് നൽകിക്കൊണ്ടിരിക്കുക എന്നത്. അല്ലെങ്കിൽ തങ്ങൾക്കിത് ബാധകമല്ലാത്ത, തങ്ങളുടെ ക്യാമ്പസ് പൊളിറ്റിക്കൽ അല്ല എന്നതുകൊണ്ട് മാത്രം ഈ സംസാരങ്ങളോ സംഘാടനമോ ഈ പ്ലാറ്റ്ഫോമോ അവിടെ വേണ്ടതില്ല എന്നൊരു ചിന്ത നമുക്കൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്കൽ അവയർനെസ് എന്നത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ അണിനിരന്നുകൊണ്ട് മാത്രം സാധ്യമാക്കേണ്ട ഒന്നല്ല. മറിച്ച് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ അനീതികളെയും ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന, അതിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്ന, നമ്മുടെ സഹോദരിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബേസിക് പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്നത് തന്നെയാണ് ക്യാമ്പസുകളിലെ സംഘാടനം കൊണ്ട് നമ്മൾ പ്രാഥമികമായും ലക്ഷ്യമാക്കേണ്ടത്. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യാതൊരുവിധ ജഡ്ജ്മെന്റലുകളും ഇല്ലാതെ ഒരു വിദ്യാർത്ഥിനിയുടെ അറ്റയർ നോക്കിക്കൊണ്ടോ അവളുടെ പാസ്റ്റ് നോക്കിക്കൊണ്ടോ അവളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടോ നോക്കിക്കൊണ്ടോ അവളെ മാറ്റി നിർത്താതെ ഈ വിശാലമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇവരെല്ലാവരെയും ഒരേപോലെ ക്ഷണിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മുൻനിർത്തിക്കൊണ്ടാണ് GIO ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുന്നത്. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള റിലീജിയസ് സംസ്കരണങ്ങൾ, കോൺസ്റ്റന്റ് ആയ റിമൈൻഡറുകൾ നൽകിക്കൊണ്ട് പിന്നീട് അതൊരു വലിയ നീണ്ടു നിൽക്കുന്ന ജേർണിയാണ് എങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിക്കുമ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥിനികളെ ഒരു തരത്തിലും മാറ്റി നിർത്താതെ യാതൊരു തരത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ എല്ലാവരെയും കൂട്ടുനിർത്തുന്ന വിശാലമായ ഒരു പ്ലാറ്റ്ഫോമുകളാണ് ഈ ക്യാമ്പസുകളിൽ ഉണ്ടാവേണ്ടത്. നമുക്കറിയാം ഈ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവര് മൈനോറിറ്റി ഐഡന്റിറ്റി അല്ലെങ്കിൽ മുസ്ലിം എന്നതും സ്ത്രീ എന്നതുമായ മൈനോറിറ്റി ഐഡന്റിറ്റികൾ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. വ്യത്യസ്തങ്ങളായ മൈനോറിറ്റി ഐഡന്റിറ്റി റെപ്രസെന്റേഷൻ ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് തെറ്റായ തരത്തിലാണ് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ ആണ് അമേരിക്കയിലെ ആദ്യ ബ്ലാക്ക് വുമൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കമല ഹാരിസ് വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ ആ മൈനോറിറ്റി ഐഡന്റിറ്റിയോട് യാതൊരു തരത്തിലുള്ള നീതി പുലർത്താനും ഈ കാലയളവിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഇന്ത്യൻ പ്രസിഡന്റ് അതിന് മറ്റൊരു ഉദാഹരണമാണ്. അപ്പൊ ഇത്തരത്തിൽ മൈനോറിറ്റി റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മൈനോറിറ്റി ഐഡന്റിറ്റി റെപ്രസെന്റേഷൻ എന്നത് ഒരു കോൺസെപ്റ്റായി മാത്രം നിലനിൽക്കുകയും ന്യൂനപക്ഷ റെപ്രസെന്റേഷൻ സാധ്യമാക്കാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ
ഇടപെടലുകൾ നടത്തുന്നതെങ്കിൽ അതിനെ ആപ്റ്റായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക, ആപ്റ്റായ രീതിയിൽ ആ മൈനോറിറ്റി ഐഡന്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യുക എന്നതും അതേപോലെ പ്രധാനമാണ്. നമ്മൾ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, ഇടത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, വലത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, മറ്റു മൈനോറിറ്റി രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ഇവരൊക്കെയും നമ്മെ പലതരത്തിൽ സമീപിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇലക്ഷൻ കാലയളവ് സമീപിക്കാറുണ്ട്. പക്ഷെ ഇവിടൊക്കെ നമ്മൾ ഒരു പരിധിക്കപ്പുറം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ആവശ്യം യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ അറ്റയറിനെയാണ്. ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം റെപ്രസെന്റേഷൻ അവരുടെ പാനലിൽ, അവർ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അവരുടെ പാനലിൽ വേണം എന്നത് മാത്രമാണ് അവരുടെ ആവശ്യം. അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാനുള്ളത് എന്താണോ, നമ്മുടെ വിഷൻ എന്താണോ, നമ്മുടെ നിലപാട് എന്താണോ, അത് പറയാൻ സാധിക്കാത്ത തരത്തിൽ നമ്മളെ കെട്ടിമുറുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ സാധിക്കും. അപ്പൊ ക്യാമ്പസുകളിൽ എത്തുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മൈനോറിറ്റി ഐഡന്റിറ്റി റെപ്രസെന്റേഷനെ കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് ഏത് ചേരിയിൽ നിന്നുകൊണ്ട്, ഏത് പാർട്ടിയിൽ നിന്നുകൊണ്ട്, ഏത് പാനലിൽ നിന്നുകൊണ്ട് സാധ്യമാകും എന്നതിനെ കുറിച്ചും കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. ഈ ബോധ്യം നൽകലും നേരത്തെ പറഞ്ഞ മുസ്ലിം സ്ത്രീ സംഘാടനത്തിന്റെ ലക്ഷ്യമാണ്. മൂന്നാമതായി പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നത്. ഫലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുവരെ നിലനിന്ന ഇസ്രായേൽ ഒരു മനുഷ്യന്റെ എല്ലാ ഐഡന്റിറ്റികളെയും യാതൊരു തരത്തിലും മാറ്റാതെ, അവന്റെ ജെൻഡർ ഐഡന്റിറ്റി ആകട്ടെ, സെക്ഷൽ ഐഡന്റിറ്റി ആകട്ടെ, അല്ലെങ്കിൽ മറ്റേത് ഐഡന്റിറ്റി ആകട്ടെ, ആ ഐഡന്റിറ്റി ഒക്കെയും റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് വിശാലമായ ഒരു മാനവികത മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രമായി മാറാനുള്ള ഇസ്രായേലിന്റെ എല്ലാ ശ്രമങ്ങളെയും പൊളിച്ചടക്കിയത് കഴിഞ്ഞ 2 മാസക്കാലമായി നിലനിന്ന പബ്ലിക് ഒപ്പീനിയനാണ്. അല്ലെങ്കിൽ അമേരിക്കൻ ഡ്രീം എന്ന ഒരു മനുഷ്യന്റെ അവന്റെ റിലീജിയസ് ഐഡന്റിറ്റിയോ അവന്റെ കൾച്ചറൽ ഐഡന്റിറ്റിയോ എത്നിക് ഐഡന്റിറ്റിയോ വകവെക്കാതെ ഏതൊരു മനുഷ്യനും അമേരിക്കയിലെത്തിയാൽ അവൻ ആരായി തീരാനും അവൻ എത്ര ഉയരത്തിലെത്തി തീരാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കൊട്ടിഘോഷിക്കുന്ന അമേരിക്കൻ ഡ്രീമിനെയും പൊളിച്ചടക്കിയത് കഴിഞ്ഞ 2 മാസക്കാലമുള്ള സോഷ്യൽ മീഡിയയിലുള്ള പബ്ലിക് ഒപ്പീനിയനാണ്. ഈ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനമായ ഒരു ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം, ക്യാമ്പസുകളിലെ മുസ്ലിം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നതും ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധ്യമാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാനിയൻ സ്ത്രീകൾ അവരുടെ ഹിജാബ് ധരിക്കാതെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോകത്തെമ്പാടുമുള്ള ഫെമിനിസ്റ്റുകൾ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. എത്രത്തോളം എന്നാൽ ഇറാനിന്റെ കൾച്ചർ പരിശോധിക്കുമ്പോൾ ഹിജാബ് അല്ലാതെ മറ്റ് അനേകം വേഷങ്ങൾ, മറ്റനേകം കൾച്ചറൽ അറ്റയറുകൾ ഇറാനിൽ ഉണ്ടായിരുന്നു, ഇറാനിലെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇറാനിലെ ഹിജാബ് അല്ലാത്ത മറ്റെല്ലാ വേഷങ്ങളും ധരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുകയുണ്ടായി. ഇന്ന് പോലും ഇസ്രായേലിലെ സ്ത്രീകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സെൽഫ് ഡിഫെൻസ് എന്ന സെൽഫ് ഡിഫെൻസ് എന്ന അവകാശത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനിലെ സ്ത്രീകൾ. അപ്പോൾ യഥാർത്ഥത്തിൽ പബ്ലിക് ഒപ്പീനിയനോടുകൂടി തകർന്നടിഞ്ഞ മറ്റൊന്നാണ് വൈറ്റ് ഫെമിനിസം കാലങ്ങളായി മുന്നോട്ട് വെക്കുന്ന ഒരു എലൈറ്റ് പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കുന്ന വൈറ്റ് ഫെമിനിസ്റ്റുകളായ സ്ത്രീകളുടെ അവകാശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഹിപ്പോക്രസിയെ കൂടി പബ്ലിക് ഒപ്പീനിയൻ പൊളിച്ചടക്കുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിൽ ക്യാമ്പസ് സംഘാടനത്തോടുകൂടി നമ്മൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീ എന്ന രീതിയിൽ കേരളത്തിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, ഇന്ത്യയുടെ പുറത്താകട്ടെ, നാം നിലനിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കൃത്യമായ നിലപാടുകൾ രൂപീകരിക്കാനും അതിനെ റെപ്രസെന്റ് ചെയ്യാനും അതിനുവേണ്ടി സംസാരിക്കാനും കഴിയുന്ന ഒരിടം അല്ലെങ്കിൽ ഒരു ഇടങ്ങളായി ഈ ക്യാമ്പസുകൾ മാറ്റുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മൈനോറിറ്റികൾ ഇന്ന് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻജസ്റ്റിസുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കർണാടക ചീഫ് മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഹിജാബ് ബാൻ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി മുതൽ കർണാടകയിലെ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ഹിജാബ് ബാൻ ഉണ്ടാവുകയില്ലെന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റ്മെന്റിന് ശേഷം വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അപ്രോർ ഉണ്ടായി. ഇത് മുസ്കാന്റെ വിജയമാണ്, അല്ലെങ്കിൽ മുസ്കാനെ പോലെയുള്ള കർണാടകയിലെ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ വിജയമാണ് തുടങ്ങിയ തലത്തിൽ, അല്ലെങ്കിൽ ഇതൊരു വിക്ടറിയാണ്, ഇത് അൾട്ടിമേറ്റ് വിക്ടറിയാണ് എന്ന് കുട്ടിഘോഷിക്കുന്ന പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വിക്ടറിയാണോ?
കഴിഞ്ഞ 2 വർഷക്കാലമായി കോവിഡിന് ശേഷം മറ്റെല്ലാ ക്യാമ്പസുകളും നോർമലായി തിരിച്ചു വന്നപ്പോൾ കർണാടകയിലെ മുസ്ലിം വിദ്യാർത്ഥികൾ അപ്പോഴും ക്യാമ്പസുകൾക്ക് പുറത്തായിരുന്നു. അവരുടെ അക്കാഡമിക് കരിയറിന് അപ്പോഴും ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാൽക്കം എക്സ് പറയുന്നുണ്ട്, എൻ്റെ പുറത്ത് 9 ഇഞ്ച് നീളത്തിൽ ഒരു കത്തി കുത്തിയിറക്കുകയും പിന്നീട് അത് 6 ഇഞ്ച് മാത്രം പുറത്തോട്ട് വലിക്കുകയും ചെയ്തുകൊണ്ട് അതൊരു പ്രോഗ്രസ് ആണ്, അല്ലെങ്കിൽ അതിൽ നീതിയുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? അല്ലെങ്കിൽ ആ കത്തി പൂർണ്ണമായും വലിച്ചൂരിയാൽ പോലും അത് നീതിയാവുന്നില്ല, മറിച്ച് ആ മുറിവ് പൂർണ്ണമായും ഉണങ്ങിയാൽ മാത്രമേ അവിടെ നീതി സംഭവിക്കുന്നുള്ളൂ എന്ന്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയതായി വന്ന ക്രിമിനൽ ബില്ലടക്കം റിമാൻഡിന്റെ കാലാവധി നീട്ടിക്കൊണ്ട് അനധികൃതമായി പോലീസിന് ആരെയും കസ്റ്റഡിയിൽ വെക്കാൻ പോകുന്ന തരത്തിലേക്ക് നിയമങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മൾ കേട്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം കശ്മീരിൽ പോലീസ് ഫോഴ്സ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്ത 3 സിവിലിയൻസിന്റെ ബോഡിയാണ് പിന്നീട് കണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് വീണ്ടും മൈനോറിറ്റി ജീവനുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിൽ സിസ്റ്റവും ഗവൺമെന്റും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിലനിൽക്കുക എന്നത് തന്നെ ഒരു സ്ട്രഗിളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസുകളെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ, കൂടുതൽ കരുത്തോടെ, കൂടുതൽ വിഷനോടെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. കേവലം ക്യാമ്പസുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് കേവലം ക്യാമ്പസുകളിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല, മറിച്ച് അതിന് പുറത്തേക്ക് ഇവിടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് അതിനെതിരെ കൂടി ശബ്ദം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂടി നയിക്കുന്ന തലത്തിലേക്ക് ക്യാമ്പസുകളിലെ ചർച്ചകളും ക്യാമ്പസുകളിലെ ഇടങ്ങളും മാറേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഈ 2 ദിവസത്തെ ക്യാമ്പസ് കോൺഫറൻസിലൂടെ അതിനുശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ, നിങ്ങളുടെ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇത്തരത്തിൽ വളരെ എക്വിപ്ഡ് ആയ എല്ലാ തലങ്ങളും കവർ ചെയ്യാൻ സാധിക്കുന്ന ടൂളുകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന വളരെ എക്വിപ്ഡ് ആയ പ്ലാറ്റ്ഫോമുകൾ, മുസ്ലിം സ്ത്രീകളെ പ്രത്യേകമായും എല്ലാ സ്ത്രീകളെയും ജനറലി അഡ്രസ് ചെയ്യാനും കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.